ഞാൻ ഫെമി മുനീർ കണ്ണൂരിൽ നിന്നാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഷാജഹാനി മട്ടൻ ബിരിയാണി, ഡൽഹി ആഗ്ര സ്റ്റൈൽ ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ബസ്മതി റൈസ്, ഫിറയുടെ ഇന്ത്യൻ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് മാഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കും. മല്ലിയില ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലക്ക് വേണ്ടിയിട്ട് മട്ടൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് അല്പം കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വേവിച്ച സ്റ്റോക്ക് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതിൻ്റെ മട്ടൻ നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മട്ടൻ ചേർത്തിട്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. കുറച്ചും കൂടെ നമുക്ക് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്കിത് ചേർക്കാം. നമ്മൾ ഷാജഹാനി മട്ടൻ ബിരിയാണി, ഡൽഹി ആഗ്ര സ്റ്റൈൽ ബിരിയാണിയുടെ മസാല തയ്യാറായിട്ടുണ്ട്. മസാല നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് മാറ്റി വെക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കാടമം, ഒരു ചെറിയ പീസ് സിനമണ്, ഒരു ബേ ലീഫ്, ഒരു 4-5 കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, 2 ഗ്രാമ്പു, ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഒരു ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞ് വെച്ച ബദാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും. അതുപോലെ 2 ടേബിൾ സ്പൂണ് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് നമ്മളൊരു 2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് മട്ടൻ വേവിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി മട്ടൻ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് സ്റ്റേജായി മസാല തയ്യാറായി. ഇത് ഹൈദരാബാദി മുഗളായല്ല, ഡൽഹി ഷാജഹാനി മട്ടൻ ബിരിയാണി, ഡൽഹി ആഗ്ര സ്റ്റൈല്. അതിൻ്റെ മസാല തയ്യാറായി. ഇനിയിപ്പോൾ റൈസ് ആവുന്നുണ്ട്. മുംതാസ് ബിരിയാണി എന്ന് പേരിട്ടാ നമുക്ക്. അല്ല, ഇത് ഷാജഹാൻ ചക്രവർത്തി അവര് കൊട്ടാരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണെന്ന് ഞാൻ കേട്ടത്. ഡൽഹി പോയപ്പോ ഒരിക്കൽ കഴിച്ചിരുന്നു. അല്ല, ഡൽഹി എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്തായാലും കുറച്ച് റിച്ച് ആയിട്ടാണ്. ക്രീം അല്ലേ? ഫ്രഷ് ക്രീം മേളിൽ ഇട്ട് കൊടുക്കും. ബട്ടർ ഉണ്ട്.
പിന്നെ എല്ലാം ചേർത്തിട്ട് കാഷ്യൂ പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഫ്രൈഡ് ഓണിയൻസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതാണ് എല്ലാ ബിരിഷ്ട, ബിരിയാണി എന്നുള്ള വാക്കുണ്ടായത് തന്നെ ബിരിഷ്ട. അത് നമ്മൾ ആദ്യം ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് നോർത്ത് ഇന്ത്യ വരുമ്പോൾ ആ ഫ്രൈഡ് അണിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈദരാബാദിക്ക് ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അതാണ് ഇതിന്റെ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. എല്ലാം പ്രിപ്പയർഡ് ആണ് അപ്പോൾ കാര്യങ്ങൾ. യെസ്, നടക്കട്ടെ. പിന്നെ ഇതിന്റെ ഈ മട്ടൺ സ്റ്റോക്ക് കൊണ്ടാണ് നമ്മൾ ഈ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മട്ടൻ്റെ ഫ്ലേവർ ഒക്കെ നമുക്ക് ഈ റൈസിലേക്ക് വരും. ഓ യെസ്, കറക്റ്റ്. അപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഓക്കെ, നടക്കട്ടെ കേട്ടോ. ഉണ്ടാക്കാൻ ചിക്കനെക്കാട്ടിലും അല്ല മട്ടനെക്കാട്ടിലും ടേസ്റ്റ് ചിക്കനാണ്, പക്ഷേ ടേസ്റ്റ് വൈസ് മട്ടനാണ് ഫ്ലേവർ. നമ്മുടെ റൈസ് ഏകദേശം ആയിട്ട് വരുന്നുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റും കൂടെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ക്വാർട്ടർ ഫൈനൽസിൻ്റെ നമ്മൾ വീണ്ടും കറങ്ങുന്നു. അവരിങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റൈസ് ദമ്മിട്ട് വന്നിട്ടില്ലല്ലോ. നല്ല മണം ഒന്നും കൂടെ ദമ്മാവാനുണ്ട്. ഉണ്ട്. ദമ്മായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് പകരും. റൈസ് ഇട്ടിട്ട് റൈസ് ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് മസാല വെക്കും. പിന്നെ ബോയിൽ ചെയ്ത എഗ്ഗ്, പിന്നെ ഫ്രഷ് ക്രീം അങ്ങനെ ഗാർണിഷ് ചെയ്യും. ഷാജഹാനി മുഗളായി അല്ല, ഷാജഹാനി മട്ടൻ ബിരിയാണി, ഡൽഹി ആഗ്ര സ്റ്റൈൽ. യെസ്, ഒന്നും നമ്മൾ വിട്ടുപോകരുത്. ഡൽഹി ആൻഡ് ആഗ്ര സ്റ്റൈൽ. നമ്മൾ റൈസ് ദമ്മായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ റൈസ് അടിയിലേക്ക് നിരത്തി കൊടുക്കണം. അതിന് മുകളിലായിട്ട് നമുക്ക് ഈ മട്ടൻ മസാല വെച്ചിട്ട് ഇത് സെർവ് ചെയ്യാം. കുറച്ച് മല്ലിയില ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്.